ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള കടച്ചക്കക്കറിയുടെ റെസിപ്പിയാണ്. നമുക്ക് ഇപ്പോൾ കടച്ചക്കയൊക്കെ കിട്ടുന്നൊരു സീസണാണ്. നല്ല ഇറച്ചിക്കറിയുടെ ടേസ്റ്റിൽ തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ചോറിനാണെങ്കിലും ചപ്പാത്തിക്കാണെങ്കിലും പറ്റിയൊരു ഐറ്റമാണ്. ആദ്യം അതിൻ്റെ ആ പുറത്തെ തൊലി നമ്മൾ ചെത്തിക്കളഞ്ഞ് വൃത്തിയാക്കണം. അതിന് ശേഷം വേണം നമുക്കിത് പീസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ. ഇതുപോലെയുള്ള പീസായി നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കണം. നന്നായിട്ട് വൃത്തിക്ക് കഴുകി എടുത്തതിന് ശേഷം നമുക്ക് കുക്കറിലിട്ടാണ് വേവിക്കേണ്ടത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങും കൂടി എടുക്കുന്നുണ്ട്, ഒരു കൊഴുപ്പിനൊക്കെ വേണ്ടിയിട്ട്. വലിയ ഉള്ളിയും പച്ചമുളകും, ഇത്രയും സാധനമാണ് കുക്കറിലിട്ട് ഒന്നിച്ച് വേവിക്കാൻ വേണ്ടി പോകുന്നത്. എളുപ്പം ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഉച്ചയ്ക്കത്തെ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള കറിയാണ് ഇത്. കുക്കറിലേക്ക് ഞാൻ എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മിക്സ് ചെയ്ത് കുറച്ച് മസാലപ്പൊടികൾ അതിനകത്ത് ചേർക്കാനുണ്ട്. മഞ്ഞൾപ്പൊടി ചേർക്കണം. പിന്നെ നമ്മൾ ഇതിനകത്ത് തേങ്ങ വറുത്തരച്ചാണ് കേട്ടോ ഇതിൻ്റെ ഗ്രേവി ചെയ്യുന്നത്. മുളക് പൊടി, ഇച്ചിരി എരിവൊക്കെ ഈ കറിക്ക് ഉള്ളത് നല്ലതാണ്. പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് ഇത്തിരി മീറ്റ് മസാലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ തേങ്ങ വറുത്തരയ്ക്കുന്നത് കൊണ്ട് ഇതൊന്നും മൂപ്പിക്കാതെ തന്നെ ചേർക്കുകയാണ്. മല്ലിപ്പൊടി പക്ഷേ തേങ്ങയ്ക്കകത്തിട്ട് മൂപ്പിച്ചാണ് ചേർക്കുന്നത്. ഇത് അടച്ച് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അടച്ച് കുക്കറിൽ വേവാൻ വയ്ക്കണം. ഒരുപാട് വെന്ത് കുഴഞ്ഞൊന്നും പോകരുത്, നമുക്ക് കഷ്ണമായിട്ട് തന്നെ കിട്ടണം. ഇനി ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ നല്ല ചുമന്ന കളറിൽ ഫ്രൈ ആക്കി എടുക്കണം. ആ തേങ്ങ വറക്കുന്ന കൂട്ടത്തിലേക്ക് കുറച്ച് സാധനങ്ങളും കൂടെ ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി, പട്ട, ഗ്രാമ്പു, പച്ചമുളക്, കറിവേപ്പില, പിന്നെ കുറച്ച് പെരിഞ്ചീരകം, ഇത്രയൊക്കെ ചേർത്തിട്ടാണ് തേങ്ങ നല്ല രീതിയിൽ ഫ്രൈ ചെയ്ത് എടുക്കേണ്ടത്. ഈ തേങ്ങ അരച്ച് ചേർക്കുന്ന ഗ്രേവിക്ക് ശരിക്കും ഇതാണ് നമുക്ക് ഈ നമ്മുടെ സാധാരണ ഇറച്ചിക്കറിയുടെയൊക്കെ ടേസ്റ്റിലേക്ക് നമ്മുടെ ഈ കറിയെ കൊണ്ടുവരുന്നത്. ഇതെനിക്ക് കൂടിയ ക്വാണ്ടിറ്റി വേണ്ടതുകൊണ്ടാണ് ഞാൻ ഇത്തരം തേങ്ങ വറുത്ത് റെഡിയാക്കുന്നത്. ഉച്ചയ്ക്കത്തേക്കുള്ളതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇച്ചിരി ഗ്രേവി ആയിട്ട് വേണം. നിങ്ങൾക്കിത് കറി ചെയ്യുമ്പോൾ ഗ്രേവി കുറച്ച് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. എനിക്ക് ചോറിന് ഒഴിച്ച് കൊടുക്കേണ്ടത് കൊണ്ടായതുകൊണ്ടാണ് ഞാൻ നല്ല ഗ്രേവിയിലാണ് ഈ കറി എന്ന് ചെയ്യാം. നല്ല കൊഴുത്ത ഗ്രേവി തന്നെയാണ് നമ്മൾ തേങ്ങയൊക്കെ വറുത്തരച്ച് ചേർക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. നന്നായിട്ട് ഫ്രൈ ആകണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന, അതായത് നമുക്കിങ്ങനെ എന്താ പറയുന്നത്, വെജിറ്റേറിയൻസിനൊക്കെ ഇങ്ങനത്തെ മസാലക്കറി നമുക്ക് കൊടുത്താൽ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകും. ചോറിൻ്റെ കൂടെയൊക്കെ ഒഴിച്ച് കഴിക്കാനൊക്കെ തേങ്ങ നന്നായിട്ട് ഫ്രൈ ആവണം. പച്ചമുളകും കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഓഫ് ചെയ്യുകയാണ്. ഓഫ് ചെയ്തിട്ട് ഞാൻ അതിനകത്തേക്ക് നല്ല ചൂടുണ്ട്. ആ ചൂടുള്ള സമയത്ത് തന്നെ ഞാനൊരു 3 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൊറിയാണ്ടർ പൗഡറും കൂടെ ഇട്ട് വേണം, നമുക്ക് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഓഫ് ചെയ്തതിന് ശേഷം ആ നല്ല തേങ്ങയുടെ ചൂടിലേക്ക് തന്നെ ആ പൗഡർ ഇട്ട് മിക്സ് ചെയ്തെടുക്കണം. അരച്ച് നല്ല പേസ്റ്റ് ആക്കണം. എന്നിട്ട് നമ്മൾ വെന്ത നമ്മുടെ പൊട്ടറ്റോയും കടച്ചക്കയ്ക്കകത്തേക്കും കൂടെ ആ അരപ്പൊഴിച്ച് കുക്കറിൽ നിന്ന് ഞാനത് മാറ്റിയിട്ടുണ്ട് വേറൊരു പാത്രത്തിലേക്ക്. കാരണം ഗ്രേവി കൂടെ ആകുമ്പോഴത്തേക്കും കുക്കറിൽ പറ്റത്തില്ലാത്തത് കൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്ത് നന്നായിട്ട് കുറച്ച് അരപ്പ് വെള്ളം, നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് ആ ഗ്രേവിക്ക് കണക്കാക്കി വെള്ളം ഒഴിച്ച് നന്നായിട്ട് കറി തിളച്ച് ഒന്ന് വറ്റി വരണം.
ഇപ്പം നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നമ്മൾ ഉപ്പൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. നമ്മൾ ആദ്യം ഉപ്പ് ചേർത്തത് കൂടാതെ ഗ്രേവിക്ക് കുറച്ചുകൂടെ ഉപ്പ് ചേർക്കണം. അപ്പം ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് കറി ഓഫ് ചെയ്യാം. ഇനി ഇതിനകത്തേക്കൊരു വറവും കൂടെ ഇട്ട് കൊടുക്കാം. അത്ര നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കടച്ചക്ക മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. Please like, share and subscribe Shaji's Kitchen Malabar.